ഇന്ന് നമ്മൾ ധ്യാൻകുട്ടൻ്റെയും ദശക്കുട്ടിയുടെയും കൂടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി രീതിയിൽ ചെമ്പല്ലി മീൻ കൊണ്ടുള്ളൊരു ഫ്രൈ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറച്ചിടാം. നമുക്ക് ഉണക്കപ്പൊടി ഇടാം. അങ്ങനെ നമ്മുടെ ചെമ്പല്ലി ആവിയിൽ വെന്ത് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുള്ളൊക്കെ വേർപെടുത്തി നമ്മൾ മീറ്റ് മാത്രം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെമ്പല്ലിയുടെ മീറ്റ് മാത്രം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഫിഷ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മുളക് പൊടി കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുകയാണ്. ആവിയിൽ ഇത് നന്നായിട്ട് വെന്ത മീനാണ്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വെളിച്ചെണ്ണയിലിട്ട് വറക്കണ്ട. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് കോരിയും എടുത്താൽ മതി. വറുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നാടൻ കറിവേപ്പില അതിലേക്ക് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല പച്ചമുളക് കീറിയതോടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുട്ടികളുള്ളത് കൊണ്ട് മാത്രം നമ്മളതിപ്പോൾ ചെയ്യണില്ല. അത് ഇതിന് ശേഷം നമ്മൾ ആ വെളിച്ചെണ്ണയിൽ രണ്ടൂന്ന് പച്ചമുളക് വറുത്തെടുത്ത് ഇതിന് മുകളിലിടുന്നുണ്ട്. ആ പച്ചമുളകിന് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഒന്ന് കഴിച്ചു നോക്കിയാലോ? അനന്ത് ഒന്ന് പിടിച്ചു കൊടുത്തേ, കൊച്ചുങ്ങൾ കഴിച്ചു നോക്കട്ടെ. ഒന്ന് കഴിച്ചു നോക്കിയേ ദേശ, ധ്യാൻ. എങ്ങനെയുണ്ട് ധ്യാൻകുട്ട? എങ്ങനെയുണ്ട്? വാവ്, സൂപ്പറാണോ? മുള്ളുണ്ടോ അതിന്? നമുക്ക് എല്ലാവർക്കും ഒന്ന് കഴിച്ചു നോക്കിയാലോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവമാണ്. നാടൻ കൊഞ്ച് ഫ്രൈ വരെ ഇതിൻ്റെ മുന്നിൽ തോറ്റുപോകും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ പറയുന്നതല്ല, സൂപ്പറാണ്. Aku milih tayar. Aku milih